എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന ജീവിതയാത്രയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് കൊല്ലം പനയം സ്വദേശിയായുള്ള പനയം രമേശാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയാണ് ഇന്ന് നമ്മുടെ പ്രിയ ശ്രോതാക്കൾ മുന്നിൽ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ സുരേഷിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ പനയം ക്ഷേത്രത്തിനടുത്ത് തൃപ്പനയം ദേവി ക്ഷേത്രമെന്ന ഒരു മഹാക്ഷേത്രമുണ്ട്, അതിനടുത്തായിരുന്നു കുടുംബം. ഇപ്പോൾ ഞാൻ കാഞ്ഞിരംകുഴി തൃക്കരുവ വില്ലേജിൽ പഞ്ചായത്തിലായിട്ട് കാഞ്ഞിരംകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതയാത്ര എന്ന ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് ഇതിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതാനുഭവങ്ങളെന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിക്കാലം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തതും മറക്കാനാവാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത്, നമ്മുടെ സ്കൂൾ ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു? ഞാൻ വളർന്നതൊക്കെ എൻ്റെ അമ്മാവന്മാരുടെ കൂടെ ആയിരുന്നു. അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ കൂടെ ആയിരുന്നു വളർന്നത്. അത് വെളിയം ഭാർഗവൻ്റെയൊക്കെ സ്ഥലമായിട്ടുള്ള പ്രദേശമാണ്. CPIയുടെയൊക്കെ ഒരു കോട്ടയുമാണ് അന്ന്. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഷിക കുടുംബത്തിലാണ്. അവർ 8 മക്കളാണ്. അതിൽ മൂത്ത ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ മൂത്ത ആളാണെന്നുള്ളത് കൊണ്ട് തന്നെ എന്നോടൊരു പ്രത്യേക വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മാവന്മാരാണ് എന്നെ വളർത്തിയതൊക്കെ. അപ്പോൾ അവിടെയാണ് വളർന്നത്. കൊട്ടറ സ്കൂളിലാണ് ഞാൻ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചത്. 79 ഞാനവിടെ SLC കഴിഞ്ഞത്. അപ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു അമ്മാവന്മാരെന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിലും ബാല്യത്തിൽ ഇടതുപക്ഷ ചിന്താഗതിയിൽ തന്നെയായിരുന്നു പ്രവർത്തനം. ഞാൻ സ്കൂളിലെ ലീഡറായിരുന്നു, SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അങ്ങനെയായിരുന്നു സ്കൂൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങളും നമുക്ക് എന്താ പറയുക, സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ഒരുപാട് ദുഃഖകരമായ നിമിഷങ്ങളും ഒക്കെ സമ്മാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം തരുന്ന സ്കൂൾ ജീവിതത്തിൽ നിന്നാണ്. സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ അന്ന് സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം, എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും കാർഷിക മേഖല ഇന്നത്തെ പോലെ വലിയ കാർഷികമായ ജീവിത രീതിയായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ മാത്രമല്ല, മിക്കവാറുമുള്ള എല്ലാ കുട്ടികളും ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ കഴിച്ചിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. പുസ്തകം നല്ലൊരു ചുമടുണ്ടാവും, അത് ചുമന്നിട്ട് ഏതാണ്ട് ഒരു 8-9 കിലോമീറ്ററോളം നടക്കണം. നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈകിട്ട് വന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. ഉച്ചയ്ക്ക് അങ്ങനെ കഴിപ്പ് ഒന്നുമില്ല. SSLCയുടെ പരീക്ഷയ്ക്ക് സമയത്താണ് ഞാൻ ഈ ഭക്ഷണം കൊണ്ടുപോയി കഴിച്ചിട്ടൊരു ഓർമ്മ എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെയായിരുന്നു കുട്ടിക്കാലമൊക്കെ. പിന്നെ ആ സമയത്തുണ്ടായ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂൾ ലീഡറായി 8 ലീഡറായിരിക്കുമ്പോഴാണ്, 8ലും 10ലും ഞാൻ സ്കൂൾ ലീഡറായിരുന്നിട്ടുണ്ട്. ഈ സമയത്താണ് സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷത്തിനായിട്ട് പ്രേം നസീർ അവിടെ സ്കൂളിൽ വരികയും വലിയൊരു എക്സിബിഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ ഇപ്പോൾ സ്വാഗതം ആശംസിക്കേണ്ടുന്നത് സ്വാഭാവികമായിട്ട് സ്കൂൾ ലീഡറാണല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മളെ ആ ചുമതല ഏൽപ്പിച്ചു. പക്ഷേ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ലാത്ത ഒരാളെന്നുള്ള നിലയിൽ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ച് കുറേ പ്രാവശ്യം ഇങ്ങനെ പഠിച്ചിട്ടാണ് അന്ന് വേദിയിൽ കയറിയത്. പക്ഷേ അന്ന് പ്രത്യേകം വിളിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു, പലരും വരാത്തവരുണ്ടായിരുന്നു. ഞാൻ ഈ കാണാതെ പഠിച്ചത് മാത്രം പറഞ്ഞപ്പോൾ പ്രേം നസീർ എന്നെ വിളിച്ചിട്ട് തടവി, കാണാതെല്ലാം നല്ല ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുകയാണല്ലേ നോട്ടീസ് മൊത്തം എന്നുകൊണ്ട് പറയുകയൊക്കെ ചെയ്തൊരു ഓർമ്മ വളരെ ഒരു സന്തോഷം തരുന്നതാണ്.
ഓക്കെ അങ്ങനെയുള്ള മഹാനടന്മാരുടെയൊക്കെ എടുത്തു വരാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അതായിരുന്നു സ്കൂളിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം. പിന്നെ സ്വാഭാവികം ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ മാർക്ക്, നല്ല മാർക്കൊക്കെ വാങ്ങിയെന്നൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അന്നത്തെ സാഹചര്യത്തിൽ പഠനത്തോട് അത്ര ഒരു താല്പര്യം ഒന്നുമില്ല. പിന്നെ വീട്ടിൽ നിർബന്ധം കൊണ്ട് സ്കൂളിൽ പോകണം. അധ്യാപകർ പറഞ്ഞു തരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും, അല്ലെങ്കിൽ അവർ അടുത്ത ദിവസം ചോദിക്കുമ്പോൾ അടി കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ സ്കൂൾ ജീവിതവും. കാരണം വീട്ടിലും അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുക എന്നുള്ളത് അന്നത്തെ രീതി അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അടി എന്നുള്ളൊരു ഭയപ്പാടുണ്ടായിരുന്നു. അന്ന് പേടിയുണ്ടായിരുന്നു. അന്ന് അവിടെ ഹെഡ് മാസ്റ്ററൊക്കെ അന്ന് വിളിക്കുന്ന കടുവായെന്നൊക്കെയാണ്. ഇന്നുകൊണ്ട് ഹെഡ് മാസ്റ്റർക്ക് പേടിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ രീതി എങ്ങനെയായിരുന്നു, ഒരു ചൂരലുമായിട്ടാണ് എപ്പോഴും നടക്കാറ്. അത് കൊട്ര SMHS എന്നുള്ള ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളാണത്, അവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെയൊക്കെ വിളിച്ചിരുന്നത് അധ്യാപകർ. ഇന്നത് നമുക്ക് തോന്നും, അന്ന് ആ ഗുരുവിൻ്റെ മഹത്വം ഒന്നും നമുക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ ആധ്യാത്മിക വിഷയങ്ങൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഗുരുവിൻ്റെ മഹത്വമൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ അന്ന് ഞാൻ ഗുരുവിനെയൊക്കെ ഇങ്ങനെ കടുവ എന്നൊക്കെയാണല്ലോ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി വിളിക്കുകയൊക്കെ ചെയ്തിരുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ കേക്ക് വിളിച്ചിട്ടില്ല. എങ്കിലും മനസ്സിലങ്ങനെ ഒരു ഞാൻ മാത്രമല്ല, മിക്കവാറുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് കിട്ടിരുന്നത്. എന്നാലും നമ്മളൊരു ആ ഒരു ഗുരുശിഷ്യ ബന്ധം വളരെ സുരക്ഷിതമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അന്നത്തെ കാലങ്ങളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഞാൻ ITIയിലാണ് പോയത്. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ, കിഴക്കേ കല്ലട മതിലകത്ത് ഒരു ITC തുടങ്ങി. അവിടെ ആണ് ഞാൻ പോയത്. മെക്കാനിക്കൽ ഫിറ്ററായിട്ടാണ് ചേർന്നത്. അപ്പോൾ 2 വർഷം അവിടുത്തെ ഒരു പഠനം. അത് ആ സമയത്ത് SSLC കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്നു, പനയത്തേക്ക് വന്നു. അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒപ്പമായി അവിടെ വന്നിട്ടാണ് ITയിലൊക്കെ പോയത്. അപ്പോൾ അച്ഛനും അമ്മ ഒരു കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിയായിരുന്നു. അച്ഛനാണെങ്കിൽ ഓട്ട് കമ്പനിയിൽ ഓടുണ്ടാക്കുന്ന പ്രസ്സിലും ഒക്കെ ആയിട്ടായിരുന്നു അച്ഛൻ്റെ ജോലി. ശരിക്കും പറഞ്ഞാൽ ചെളി ചുമന്നും ഒക്കെയാണ് അവരെന്നെ വളർത്തിയത്. എന്നെ ഈ ITI വിട്ട് പഠിപ്പിക്കുന്നതും ഫീസ് തന്ന് പഠിപ്പിക്കുന്നതും ഒക്കെ ഈ ചെളി ചുമന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷേ അത് ആണ് എനിക്ക് പിന്നീടുള്ള ജീവിതത്തിന് തുണയായതും. അതിന് ഞാൻ വില കൊടുത്തിരുന്നില്ല. അതിന് ആ സർട്ടിഫിക്കറ്റൊന്നും അത്ര ഒരു മഹത്വം ഉള്ളതായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. അത് പക്ഷേ എൻ്റെ ഒരു ആപത്ത് ഘട്ടത്തിൽ ആ ചെളി ചുവന്ന് അച്ഛൻ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റായിരുന്നു എനിക്ക് തുണയായി തീർന്നത് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആ ജോലി ഭാരത്തിൻ്റെ വിയർപ്പിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായി. അതുകൊണ്ടാണ് പ്രയോജനം ഉണ്ടായത്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് വന്നുള്ള സാഹചര്യങ്ങളിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു? പിന്നെ പുറത്തൊക്കെ ആയിരുന്നു? പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. കുട്ടറ വെളിയത്ത് നിന്നും പഠനം കഴിഞ്ഞ് ഞാൻ 1979 മാർച്ച് 26-ാം തീയതിയാണെന്ന് തോന്നുന്നു പരീക്ഷ അവസാനിച്ചത്. 27-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. ഈ വഴിത്തിരിവാണ് ഞാൻ മുമ്പ് പറഞ്ഞ അച്ഛൻ ചെളിയൊക്കെ ചുമന്ന് എന്നെ പഠിപ്പിച്ചു. ആ സർട്ടിഫിക്കറ്റാണ് എനിക്ക് വഴിത്തിരിവായത് എന്ന് ഞാൻ പറയാൻ കാരണം ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്ന സമയത്താണ് അച്ഛൻ ഇതിൽ നിന്നൊക്കെ എന്നെ ഒന്ന് ഒഴിവാക്കി കൊണ്ടുപോകണമെന്ന് കരുതിയിട്ട് തമിഴ്നാട്ടിൽ ജോലിയുള്ള ഒരു ബന്ധുവുമായിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അവിടെ ആ സമയത്ത് തിരുച്ചിറപ്പള്ളി അവിടെയാണ് പോയത്. തിരുച്ചിറപ്പള്ളിയിൽ BHELൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്. അവിടെ അതിലേക്ക് മെക്കാനിക്കൽ ഫിറ്ററെ എടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ തമിഴ് പത്രത്തിൽ വന്ന പരസ്യം കണ്ടിട്ട് എന്നെ ആ ബന്ധു കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിക്കുകയും 18 പേരെ വേണ്ടുന്നതിന് 12 പേരെ അതിൽ ഇൻ്റർവ്യൂവിന് ഹാജരായതുള്ളൂ. ആ 12 പേരെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. 1 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു. 1 വർഷം നമുക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള പഠനവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ 9 മാസം ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് ദീപാവലിയുടെ ഒരു വെക്കേഷന് കുറച്ച് ദിവസം അവധിയുണ്ടല്ലോ എന്ന് കരുതി വന്നു. പിന്നെ തിരിച്ചു പോയില്ല. ഇവിടെ വന്ന് ഈ സംഘടനാ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു താല്പര്യത്തിൽ ജോലി ഇനിയും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അത് നിസ്സാരമായി കണ്ടു. പക്ഷേ
അത് നീക്കം ചെയ്ത കാര്യമാണ് പിന്നീട് അച്ഛൻ അറിയുന്നത്. അവിടുന്ന് നീക്കം ചെയ്ത കാര്യമാണ്. അതിനെ തുടർന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായി. അച്ഛൻ്റെ ഭാഗത്തു നിന്നും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛനുള്ളപ്പോൾ വീട്ടിൽ പോകില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംഘടനാ പ്രവർത്തനമായിട്ട് ഇങ്ങനെ മുഴുവൻ സമയം അതിനു വേണ്ടിയിട്ട് നടന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ, സാമ്പത്തികം ഒരു ഘടകമാണല്ലോ, പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ജോലി ഒരു അത്യാവശ്യ ഘടകമാണ് എന്ന് കണ്ട സമയത്ത് എനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നിസാരമായി കണ്ട് തഴഞ്ഞിരുന്ന ആ ITI സർട്ടിഫിക്കറ്റ് ഞാൻ തേടിയെടുക്കുകയും അച്ഛൻ ചിളയുമെന്ന് പഠിപ്പിച്ച ആ സർട്ടിഫിക്കറ്റാണ് എന്നെ പിന്നീട് ഗൾഫ് ജീവിതത്തിലേക്ക് പ്രേരണയായി എനിക്ക് തീരുകയും ചെയ്തത്. ക്ഷേത്രങ്ങളിൽ കൂടുതൽ സജീവമാവുകയും അപ്പോൾ ഈ ഭാഗവത പുരാണങ്ങളും പോലുള്ള പാരായണങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് കരുതിയിരുന്ന കുട്ടിക്കാലത്തിൽ നിന്നും ഇതിനെയൊക്കെ ഒന്ന് പഠിക്കണമെന്നൊരു ചിന്ത വരികയും അങ്ങനെ തൃപ്പനയം ദേവീക്ഷേത്രത്തിലിരുന്നാണ് ഇതൊക്കെ വായിച്ച് പഠിച്ചത്. അന്നത്തെ മേൽശാന്തിയായിരുന്ന തിരുമേനി തന്നെ തെറ്റ് കാണുന്ന സമയത്ത് വിളിച്ച് എന്നെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ തൃപ്പനയത്ത് ഭഗവതിയുടെ മുമ്പിലിരുന്നാണ് ഈ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അതിൽ നിന്ന് പിന്നീട് പ്രഭാഷണങ്ങളിലേക്കും ബാലഗോകുലം എന്ന് പറയുന്ന കലാസാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനത്തിലേക്കൂടെ ചിന്തിച്ചപ്പോൾ കുട്ടികൾക്ക് ഈ പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു വേദി ഉണ്ടായപ്പോൾ ഈ ഭാഗവത കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കുകയും ചെയ്തു. ആ കഥകൾ പറച്ചിലൂടെയാണ് എന്നെ പ്രഭാഷണ രംഗത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ആധ്യാത്മികമായ പ്രഭാഷണ രംഗത്ത് നിരവധി തവണ 19ാമത്തെ വയസ്സ് മുതൽ തന്നെ ഞാൻ മറ്റു ജില്ലകളിലേക്കൊക്കെ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. അതിൽ കാതലുണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും ആ കാലഘട്ടത്തിൽ ഈ ആധ്യാത്മികമായ മേഖലയിൽ ഒരു കൊച്ചു പയ്യൻ ഒക്കെ പ്രഭാഷണം നടത്തുന്നത് ഒരു കൗതുകം എന്നുള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ എല്ലാവരും വിളിച്ചോണ്ട് പോകുമായിരുന്നു. അങ്ങനെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2-3 പ്രാവശ്യം പ്രഭാഷണം ഇങ്ങനെ നടത്തിയപ്പോഴാണ് എൻ്റെ കൂടെ അന്ന് ഞാൻ എല്ലാം RK ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സംഘടനാ പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് കഥാപ്രസംഗം പറയുകയാണെങ്കിൽ മാത്രമേ ആശ്രാമത്ത് വേദി തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാശി ഉണ്ടായി. ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് വേദി തന്നാൽ, ആശ്രാമം പോലെ ക്ഷേത്രങ്ങളിലൊക്കെ മഹാത്മാക്കളുടെയൊക്കെ പരിപാടികളാണ്, വലിയ വലിയ കാതികന്മാരുടെ പരിപാടി നടക്കുന്നിടത്ത് കഥാപ്രസംഗം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഞാൻ, പാട്ടിനെ കുറിച്ചൊരു താളവും മേളവും ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് പോവുക എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അവിടെ നടക്കില്ല എന്നൊരു ധാരണയിലാണ് ഞാൻ ഒരു വാശിയിൽ പന്തയം വെക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അവർ അതിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളായിരുന്നു അദ്ദേഹം, ശ്രീകുമാർ എന്നാണ് പേര്. പുള്ളിക്ക് അദ്ദേഹം പോയിട്ട് ഹരികഥാ കാലക്ഷേപം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു. അപ്പോൾ എല്ലാ ഭാരതീയ കലാരൂപങ്ങളും ഉണ്ടാകണമെന്ന് ഒരു വ്യവസ്ഥ ഉണ്ടായതുകൊണ്ട്, അപ്പോൾ പേര് അത്ര പ്രസിദ്ധമല്ലാത്ത ഒരാളാണെങ്കിലും ഹരികഥാ കാലക്ഷേപത്തിന് ഇപ്പോൾ ആരും ഇല്ലല്ലോ, അപ്പം വെക്കാമെന്നുള്ളത് കൊണ്ട് 2 മണിക്കൂർ സമയം എനിക്ക് അതിന് തന്നു. നോട്ടീസ് കൊണ്ട് തന്നിട്ടാണ് പറയുന്നത്, ഇനി 10 ദിവസമുണ്ട് നിങ്ങൾ കഥ പറയണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതെനിക്ക് വശമില്ല, ഞാൻ പഠിച്ചിട്ടില്ല, മാത്രമല്ല അതങ്ങനെ കേൾക്കാനും പോകില്ല. അപ്പം നടത്തുകയാണെങ്കിൽ പുള്ളി ദക്ഷിണയായിട്ട് 300 രൂപ എനിക്ക് തരും, നടത്തിയില്ലെങ്കിൽ 10,000 തിരിച്ചു കൊടുക്കണം. ഇതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ 10,000 ചെലവഴിച്ചാലൊരു കഥ പറഞ്ഞാലോ എന്നൊരു ചിന്ത മനസ്സിൽ തോന്നുകയും, ഒരുപക്ഷെ അതൊരു ഈശ്വരാശ ആയിരിക്കാം. അങ്ങനെ അന്ന് ഞാനിത് ഈ ഒരു അവസ്ഥ വന്ന് പറയുന്നത് പെരുന്നാട് ബാലകൃഷ്ണൻ ഭാഗവതർ എന്ന് പറയുന്ന ഒരു ഹാർമോണിസ്റ്റിൻ്റെ അടുത്താണ്. അദ്ദേഹം സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്, സംഗീതം ഈ കഥാപ്രസംഗത്തിനൊക്കെ സംഗീതം ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോഴാണ് എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രമേശിന് പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയൊരുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചലഞ്ചായിട്ട് എടുത്തു. അങ്ങനെയാണ് അന്നത്തെ ഒരു കഥയും ഒക്കെ എഴുതുന്ന TV ഗോപാലകൃഷ്ണൻ സാറ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അഞ്ചാലുമുട്ടി താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ടാണ് ഈ വിവരം പറയുന്ന സമയത്താണ് അദ്ദേഹം ഞാൻ ഈ പ്രഭാഷണങ്ങളിലൂടെ പറയുന്ന ചില കഥകൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അറിയാവുന്ന ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രഭാഷണങ്ങളിൽ പല കഥകളും പറഞ്ഞ കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ
ശ്രീരംഗനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവനായികി എന്ന ഒരു കഥാപാത്രത്തിൻ്റെ സംബന്ധിച്ചൊരു ഭക്തിയെക്കുറിച്ച് പറയുമായിരുന്നു. ആ കഥ പറഞ്ഞു. അപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമായി. അതൊരു കുറച്ചുകൂടിയൊക്കെ ഒന്ന് വലുതാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് 2 ദിവസത്തിനകത്ത് പുള്ളി അത് എഴുതി തന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ബാലകൃഷ്ണൻ ഭാഗവതരുടെയൊക്കെ ഒരു സഹായത്തോടു കൂടി ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തി ഈ റിഹേഴ്സലെടുത്ത് ആദ്യമായിട്ട് അരങ്ങേറ്റമാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. ആശ്രാമത്ത് കഥ വിജയിച്ചു, അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും തുടരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കാഥികൻ എന്നുള്ള ഒരു നാമം കൂടി എൻ്റെ പേരിനോടൊപ്പം ചേർന്നു. അങ്ങനെ തുടർന്നു. കാഥിക പരമ്പരയിൽ ഞാൻ പിന്നീട് എനിക്കൊരു ആവേശം ഉണ്ടായി, എല്ലാവരുടെയും പറച്ചിൽ. അങ്ങനെ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി എന്ന 2ാമത്തെ കഥയെടുത്തു. അത് സംഘടനയുടെ ഒരു പ്രവർത്തകനാണ് എന്നുള്ള നിലയിൽ എനിക്ക് സംഘടനയിൽപ്പെട്ട ആൾക്കാർ പരിചയമുള്ളവരെല്ലാം പല ഭാഗത്തും കഥകൾ വെക്കുകയും ഝാൻസിയിലെ റാണി അങ്ങനെ ഒരു നല്ല ഒരു ജൈത്രയാത്ര നടത്തുകയും ചെയ്തു 2 വർഷം. പിന്നീട് ആണ് ഈ പൃഥ്വിരാജ് ചൗഹാൻ്റെ കഥ എടുത്ത് അത് സംഗീതം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ വിദേശത്തേക്ക് പോകാനൊരു യോഗം വരികയും അങ്ങനെ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഈ കഥ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ? അവിടെ കഥ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയില്ല, എന്നാലും പ്രോഗ്രാം നിന്നു. അത് പിന്നെ തുടരാൻ പറ്റിയില്ല. പക്ഷേ 3 വർഷം സൗദിയിലായിരുന്നു ആദ്യം പോയത്. 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, ലീവിന് വന്നപ്പോൾ ശിവരാത്രിയോടടുപ്പിച്ചാണ് വന്നത്. ആ സമയത്ത് കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കഥ പറയാമോ എന്ന് ചോദിച്ചു വിളിച്ചു. കടവൂരും അതേപോലെ നീണ്ടകര ഒരു ക്ഷേത്രത്തിലും അവരറിഞ്ഞിരുന്നില്ല ഞാൻ പോയ കാര്യമൊന്നും. അപ്പോൾ നേരത്തെ അങ്ങനെ വിളിച്ചു. അപ്പം ഞാൻ ഇപ്പം വിളിച്ച് ചോദിച്ചു, ബാലകൃഷ്ണൻ ബഹാദൂരെടുത്ത് ചോദിച്ചു, ആർട്ടിസ്റ്റുകളുടെയൊക്കെ കയ്യിൽ നൊട്ടേഷൻസ് ഒക്കെ കുറിച്ച് വെച്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല. കാരണം ഇനിയിപ്പോൾ ആദ്യം മുതൽ റിഹേഴ്സൽ എടുപ്പിച്ച് കൊണ്ടുപോകാൻ പാടാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഒന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു പ്രോത്സാഹനത്തിൽ ആ 3 വർഷം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് പറഞ്ഞിട്ടില്ല, കഥ പറഞ്ഞിട്ടില്ല. പിന്നെ പുറത്തു പോയതിന് ശേഷം ഗൾഫ് ജീവിതത്തിൽ പിന്നെ ദുബൈയിലായിരുന്നു. 3 വർഷം കഴിഞ്ഞ് ദുബൈയിലായിരുന്നു, UAE-യിലായിരുന്നു ഉണ്ടായിരുന്നത്. UAE-യിൽ അവിടെയും ഞാൻ ഈ സംഘടനയുടെ പ്രവർത്തകനാണെന്ന് അറിഞ്ഞ് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ ആ അറിവില്ലാതിരുന്നത്. ആ സമയത്ത് ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ തന്നെ എനിക്ക് കഥയും കവിതയൊക്കെ എഴുതാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ക്യാമ്പസ് തന്നെ എനിക്ക് എഴുതാനുള്ള മേശയും കാര്യങ്ങളും ഒക്കെ ഒരുക്കി തരികയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് അവധി ദിവസങ്ങളിൽ കവിതയും കഥകളും ചെറുകഥകളും ഒക്കെ എഴുതി ഒരു മാഗസീനിൽ, മാനസി എന്ന് പറയുന്ന ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്തിരുന്നു. കുറച്ച് കഥകളും കീരി പറഞ്ഞ കഥ മഹാഭാരതത്തിലെ, അതേപോലെ എൻ്റെ മലയാളം എന്ന് പറഞ്ഞ കവിതകൾ, അങ്ങനെ കുറച്ച് കവിതകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവിടെ, ചെയ്യുകയും ചെയ്തു. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് എന്നെ ഒരാൾ കാണുകയും നമ്മുടെ ഈ സംഘടനാ ബന്ധമുള്ള ആൾക്കാർ കാണുകയും അവരവിടുന്ന് പൊക്കിക്കൊണ്ട് പോയതിന് ശേഷം പിന്നെ എഴുതാനും പറ്റിയിട്ടില്ല. കാരണം ഈ മുഴുവനുള്ള വ്യാപിച്ചിരിക്കുന്ന സത്സംഗ് ഗ്രൂപ്പുണ്ട്. ആ സത്സംഗ് ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചകളിലും അവർക്ക് ഏതെങ്കിലും ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കണം. കഥകൾ പോരാ, കഥകളിൽ ഉള്ളിലുള്ള തത്വങ്ങളാണ് അവർക്ക് വേണ്ടത്. കഥകൾ എല്ലാവർക്കും അറിയാം. അവർക്ക് ആ താത്വികമായി അവർക്ക് വിശകലനം കിട്ടണം. അതിന് എന്നെ കൊണ്ട് കഴിയുമെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ പിന്നെ എന്നെ ഇരുത്തിയിട്ടില്ല അവർ. വ്യാഴം വെള്ളി ദിവസങ്ങൾ, അന്ന് അവധി വെള്ളിയാഴ്ചയായിരുന്നു, അവിടെ റെസ്റ്റ് ഇല്ല. അങ്ങനെ UAE-യുടെ 7 എമിറേറ്റ്സിൻ്റെ ചുമതലകളിൽ, ആ സംഘടനാ ചുമതലയിൽ പ്രവർത്തിക്കുകയും ആ രീതിയിൽ അവിടെ പോയിട്ടും ഈ സംഘടന മനസ്സിലുള്ള ആശയങ്ങളിലൂടെ ഈ ആധ്യാത്മികമായ വിഷയങ്ങൾ, കുടുംബ സദസ്സുകളാണ്, കുട്ടികളുടെ പ്രത്യേകവും കുടുംബ സദസ്സുകൾ പ്രത്യേകമായിട്ടുണ്ട്, നടത്തുകയും അതേപോലെ നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ കൂടുന്ന അയ്യപ്പ ഭക്തന്മാരെ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ ദുബായിലാണ്. ദുബായിൽ അയ്യപ്പ മഹോത്സവം നടത്തുന്ന സമയത്ത് ശബരിമലയിൽ നിന്നും വൃശ്ചിക 1-ന് പഴയ ശാന്തി ഇറങ്ങുന്ന ആണ് ആദ്യം വരുന്നത് ദുബായിലേക്ക് വരിക. അപ്പോൾ ദുബായിൽ 15 വർഷമായിട്ട് ഇത് തെറ്റാതെ നടന്നു വരുന്നു. പ്രവാസ ജീവിതം അങ്ങനെയായിരുന്നു. തുടർച്ചപ്പോൾ 5 വർഷമായിട്ട് ഞാൻ തിരിച്ച് നാട്ടിലുണ്ട്. നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് മക്കൾ 2 പേരാണ്. ഭാര്യ ഗീത. വീടിനടുത്ത് തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ്, പനയത്ത് തന്നെയാണ്, പനയം പഞ്ചായത്തിൽ തന്നെയാണ്.
ഓക്കെ. മക്കൾ രണ്ടുപേര് അശ്വതി കൃഷ്ണ, അജയ് കൃഷ്ണ. മകള് വിവാഹം കഴിച്ചു 2014 ഒരു ഓച്ചിറയാണ് അയച്ചത്. അയാൾ പൂനെയിൽ നിന്ന് കമ്പനി നടത്തുകയാണ്. ഓക്കെ. അപ്പോൾ മകൾ അവിടെയാണ്. 2 കുട്ടികൾ അവർക്കുണ്ട്. മകൻ ഇപ്പോഴാണ് വിവാഹം കഴിച്ചിട്ടുണ്ട്. അയാൾ ജനുവരിയിൽ, ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു വിവാഹം. ഓക്കെ. അയാളും ദുബൈയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഓക്കെ. അതാണ് കുടുംബ പശ്ചാത്തലമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ആധ്യാത്മികമായ പ്രഭാഷണങ്ങളും, അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കിയത് ദുബൈയിലിരുന്ന സമയത്താണ് കൂടുതലും ഞാൻ പഠിച്ചതെന്നുള്ളതാണ്. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴൊന്നും അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 4 വേദങ്ങളാണ് എന്ന് ഞാൻ പറയുന്നതല്ലാതെ ഈ വേദങ്ങൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ 4 വേദങ്ങൾ ഞാൻ കാണുന്ന അറബ് രാജ്യത്ത് വെച്ചിട്ടാണ്, ദുബൈയിൽ വെച്ചിട്ടാണ് ഈ 4 വേദങ്ങൾ ഞാൻ കാണുന്നത്. അപ്പോൾ വേദങ്ങൾ, ഉപനിഷത്തൊക്കെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ 4 വേദങ്ങൾ ഞാൻ കാണുന്നത് ദുബൈയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വേദഗ്രന്ഥങ്ങളിലൂടെ ഉള്ള അറിവ് ഒക്കെ പഠിക്കാൻ ഒരു ജന്മം ഒരു വേദം പഠിക്കുന്നതിന് വേണം. അപ്പോൾ അതിലെ അറിവ് ലളിതമായിട്ട് പലരും വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറംപോടിയാണ് എന്നും അതിലെ ആഴത്തിലുള്ള തത്വം ഉണ്ട് എന്നും മനസ്സിലാക്കിയത്. അപ്പോൾ ഉദാഹരണത്തിന് അബുദാബിയിൽ ഒരു സ്കൂളിൽ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്കൂളിലാണ്. അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ടീച്ചർ ഇത് കണക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, പെൺകുട്ടികളിൽ 15-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ളവരുള്ളവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. വീട്ടിൽ 7ാം സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്. അപ്പോൾ ഉള്ളവർ കൈവക്കി, ഇല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളായിട്ടുള്ള വീട്ടുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കാൻ പറഞ്ഞു. അപ്പോൾ മിക്കവാറും എല്ലാവരും കൈവക്കി. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കുട്ടികളാണ് ഉള്ള ഇന്ത്യൻ സ്കൂളാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ പെൺകുട്ടിക്കൊരു സ്വഭാവമുണ്ട്, ദിവസം ഒരു ഗ്ലാസ് ചോര കുടിക്കണം. അത് മനുഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പിന്നെ കോഴിയുടെയോ ആട്ടിൻ്റെയോ ചോരയായാലും കുഴപ്പമില്ല, തൃപ്തിപ്പെടും. ഇങ്ങനെ ഒരു ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് ടീച്ചർ ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഭയന്നിട്ട്, അയ്യോ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാവില്ല, മാത്രമല്ല ഞങ്ങൾക്ക് ഭയമാണ് അങ്ങനെ ഒരു ചേച്ചിയെന്ന്. അപ്പോൾ ടീച്ചർ ഉടനെ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഹിന്ദുക്കൾ ഭദ്രകാളിയെ പൂജിക്കുന്നത്? അപ്പോൾ മറ്റു മതത്തിലുള്ള കുട്ടികൾക്ക് സന്തോഷമായി, ഹിന്ദുക്കൾ തലതാഴ്ത്തി. ടീച്ചർ നിർത്തിയില്ല. പിന്നീട് ടീച്ചർ അങ്ങോട്ട് തുടങ്ങി, ആ ഹിന്ദുക്കൾക്ക് കുറേ ദൈവങ്ങളുണ്ട്, ആനയുടെ മുഖവും വലിയ കുടവയറും അതുപോലെ എലിയുടെ പുറത്താണ് യാത്ര. എങ്ങനെ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുക? ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, ചുടല ഭസ്മവും വാരിപ്പൂശി പാമ്പിനെയും കഴുത്തിലണിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയാണെന്നുണ്ടെങ്കിൽ കാഞ്ചീപുരം പട്ടും 916 ഗോൾഡും ഒക്കെ ഇട്ട് ഇരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുക? ഹിന്ദു കുട്ടികൾ തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് അവർ വീട്ടിൽ വന്ന് അവരമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മുടിയടിച്ചിട്ട് തുള്ളിയാൽ മതിയോ? ഈ കുട്ടികളുടെ ചോദ്യം കേട്ടിട്ട് നമ്മളുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അവർ പേരൻസ് കുട്ടിയും കൂട്ടി ഞങ്ങളടുത്ത് വന്നു. ഇങ്ങനെ ടീച്ചർ പറയുന്നു, കുട്ടികൾ അവർ വിഷമത്തിലാണ്. നമ്മുടെയൊക്കെ വീടുകൾ, അപ്പോഴാണ് ചിന്തിച്ചത്, നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ദൈവങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്തിനാണ് ഈ ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്? ഈ രൂപങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് എന്ത് അബ്സേഡിറ്റിയാണ് ഇതിന് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്? അതിനകത്ത് ഒന്നും നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാവങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവിക ചിന്ത വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ശരിയാണ്, ഒരുപാട് കുട്ടികളിലും നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികളിലും ഇത് ഉണ്ട്. പക്ഷേ അച്ഛനമ്മമാരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ അവർക്കത് വിഷമമായാലോ എന്ന് കരുതി ആരും പറയുന്നില്ല എന്ന് മാത്രം. അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. എല്ലാ ദൈവങ്ങളും വീട്ടിലുണ്ടും താനും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ തത്വമെന്ന് വിശദമായി പഠിക്കുകയും അവിടെ ഈ ബാലഭാരതിയിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 2 ആഴ്ചകളിലായിട്ട് ഈ ബാലമിത്രങ്ങളെ ക്ലാസ് എടുക്കുന്നതൊക്കെ മിക്കവാറൊക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 2-2.5 മണിക്കൂർ വെച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായൊരവസ്ഥ. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ ഉത്സവ പറമ്പുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ ഒരു പ്രഭാഷണങ്ങളിൽ ഈ ഒരു വിഷയം ഞാൻ ആദ്യമേ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ദേവീ തത്വം എന്താണ്, ശിവതത്വം എന്താണ് ഋഷിമാർ നമുക്ക് ഈ രൂപത്തിൽ തന്നിട്ടുള്ളത് എന്നൊക്കെ എത്രയും പേരിലേക്ക് ഇത് എത്തിക്കണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് തുടങ്ങി.
ഓക്കെ. അങ്ങനെ ഒരു 10-20ഓളം പേര് വീട്ടിൽ പഠിക്കാൻ വരുമായിരുന്നു. ആഹാ. അപ്പോൾ അത് കോവിഡ് വന്ന സമയത്താണ് അത് പിന്നെ ഓൺലൈനിലേക്ക് മാറി. കുറച്ച് നാൾ നിന്ന് പിന്നെ അത് ഓൺലൈനിലേക്ക് മാറി. ഓക്കെ. അവിടെ ഭഗവത്ഗീതയുടെ ക്ലാസ്, അതുകൂടാതെ ദേവീ മഹാത്മ്യത്തിൻ്റെ ക്ലാസ് വെള്ളിയാഴ്ചകളിൽ 1.5 മണിക്കൂർ, രാത്രി 8 മണി മുതൽ 9 മണി വരെ. ഇപ്പോൾ പിന്നെ കോട്ടയത്തുള്ള ഒരു ഗ്രൂപ്പ് എന്നോട് ചോദിച്ചു, ദുബൈയിലുണ്ടായിരുന്നവരാണ്. 1-2 പേര് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, പരിപാടിയുണ്ട്, അതിനകത്ത് 200-300ഓളം പേരുണ്ട്, ചേട്ടന് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ക്ലാസ് ഓൺലൈനിൽ എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. അങ്ങനെ അവരുടെ ചോയ്സ് അനുസരിച്ചാണ്, ഭഗവത്ഗീതയാണ് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഞാൻ ഭഗവത്ഗീതയുടെ ഒരു സെക്ഷൻ കൂടി വ്യാഴാഴ്ച 8 മണി മുതൽ 9:30 വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും പ്രഭാഷണങ്ങളിലൂടെയും എൻ്റെ ഉള്ളിലുള്ള അറിവുകൾ ആ മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഏതെങ്കിലും വിശേഷ കല്യാണങ്ങൾ പോലുള്ള ചില സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പ്രസൻറ്റേഷനായി കൊടുക്കാൻ പറ്റുന്നത് ഞാൻ വേദങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വാങ്ങി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം, ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ എനിക്ക് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമായിട്ട് എനിക്ക് വന്നു ചേർന്നതാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ. പ്രതീക്ഷിക്കാതെ ഒരു ക്ഷേത്രത്തിൽ, ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം പ്രഭാഷണത്തിന് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കണക്ക് പ്രഭാഷണം കഴിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ 2 വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ട്, കോവിഡ് സമയത്ത് മാത്രമൊന്നും മുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എത്ര നാൾ വരാൻ കഴിയും, നിങ്ങൾ തന്നെ വന്നാൽ നന്നായിരിക്കും, എത്ര ദിവസം വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ചിലർ 5-7 പ്രാവശ്യമൊക്കെ വന്നവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മുടെ ഋഷിമാർ ഹിമാലയത്തോളം ഗ്രന്ഥങ്ങൾ എഴുതി ഈ മണ്ണിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല, അടുത്ത ക്ഷണം നിങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര കാലം എന്നെ വിളിച്ചാലും ഞാനുണ്ട് എങ്കിൽ, ഇനി ശരീരത്തോടു കൂടി ഉണ്ട് എങ്കിൽ ഞാൻ പ്രഭാഷണത്തിന് വരാം. അത് അറിയാവുന്നുണ്ടായിട്ടല്ല, നിങ്ങൾ എത്ര കാലം വിളിക്കുന്നു അത്രയും വിഷയങ്ങൾ ഞാൻ പഠിക്കും, ഞാൻ കൂടുതൽ പഠിക്കുകയും വരികയും ചെയ്യും എന്ന് പറഞ്ഞു. അന്ന് അവിടെ തുടങ്ങിയ പ്രഭാഷണ പരമ്പര 60 ആഴ്ചകൾ കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞു. വ്യാഴാഴ്ച 60ാമത്തെ പ്രഭാഷണ പരമ്പരയായിരുന്നു കഴിഞ്ഞത്. ഇതാണ് എൻ്റെ ഒരു ജീവിത പശ്ചാത്തലവും രീതിയും. ഓക്കെ. ഇപ്പം എങ്ങനെയാ പോകുന്നു ജീവിതമൊക്കെ? ഇപ്പം നമ്മൾ തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ സന്തോഷമാണ്. വിഷമങ്ങൾ വന്ന് അതൊക്കെ നിമിത്തമായിരിക്കാം. പല സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്ത ചില പ്രവൃത്തികളിലൊന്നും ചില സാഹചര്യങ്ങളിൽ മനഃപൂർവ്വം തഴയപ്പെട്ട ചില സംഭവങ്ങളും ഒക്കെ എൻ്റെ മുന്നിലുണ്ട്. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി ഞാനതൊക്കെ കളയുകയാണ്, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ള സംഭവ വികാസങ്ങളിലാണല്ലേ. അപ്പം ഏതായാലും നമ്മുടെ സമയം പൂർണ്ണമാവുകയാണ്. ഏതായാലും ഒരുപാട് വിശേഷങ്ങൾ ഇതിനോടകം നമ്മളോട് പ്രിയ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു. ഏതായാലും ഒരുപാട് സന്തോഷം. ജീവിതം ഇനിയും വളരെ അധികം മെച്ചപ്പെടട്ടെ. ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും ഒക്കെ നിറഞ്ഞതായി തീരട്ടെ ഇനിയുള്ള ജീവിതവും എന്നീ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതം കടൽ പോലെയാണ്. ഇങ്ങേ അറ്റത്തു നിന്ന് മുതൽ അങ്ങേ അറ്റത്ത് വരെ കൂട്ടിമുട്ടിക്കാനുള്ള ഒരു നെട്ടോട്ടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം നീന്തിക്കടന്ന് അപ്പുറത്തെത്തുമ്പോഴത്തേക്കിനും നമ്മുടെ ജീവിതം പര്യവസാനിച്ചിരിക്കും. എന്നാൽ ഒരു സത്യം മാത്രം നമുക്കറിയാം, ഒരിക്കലും അങ്ങേ അറ്റത്ത് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ പൂർണ്ണ ഉറപ്പ് അത് നമുക്ക് നന്നായിട്ടറിയാം. എങ്കിൽ പോലും എത്തും എന്ന ആ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലുമേൽക്കാതെ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി തന്നെ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്നേഹത്തോടെ സുരേഷ് പെരുന്നാട്. ഇനി മറ്റൊരു അതിഥിയുമായി കാണുന്നവരെ തൽക്കാലം വിടാം.